നമുക്ക് മറ്റൊരു വാർത്തയിലേക്ക് കയറാം. തൽക്കാലം സംസ്ഥാനത്തെ മദ്യ ഉപയോഗം കുറഞ്ഞുവെന്ന് സർക്കാർ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഓരോ ആഘോഷവേളയിലും കുപ്പിയുടെ കണക്ക് കുടികൂടി എന്ന് നമ്മൾ പറഞ്ഞുകൊണ്ടേയിരിക്കും. മദ്യവിൽപ്പനയുടെ കണക്കെടുക്കുമ്പോൾ ആ കണക്ക് ഈ ക്രിസ്മസ് കാലത്ത് എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഈ വർഷം ക്രിസ്മസിന് 2 ദിവസത്തെ വിൽപ്പന 152.06 കോടിയാണ്. 2023 ക്രിസ്മസ് ദിനത്തിലെ വിൽപ്പന അത് 122.14 കോടിയായിരുന്നു. കഴിഞ്ഞ വർഷത്തേക്കാൾ കൂടിയത് 29.92 കോടി. അത്രയും കൂടുതൽ കുടിച്ചു ചുരുക്കം. ഓണത്തിനും മറ്റ് ആഘോഷ പരിപാടികൾക്കുമെല്ലാം ഇതേപോലെ തന്നെയാണ് വിൽപ്പന കൂടിയത്. ടി വി പ്രസാദ് കുടിയന്മാരുടെ കൂടിയതിന്റെ കണക്കെടുത്തിട്ടുണ്ട്. ടി വി പ്രസാദ്, മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരമാണ്, മദ്യപാനം കുറച്ചു കൊണ്ടുവരിക, ഇതൊക്കെയാണ് നമ്മൾ ലക്ഷ്യമിടുന്നത് എന്നൊക്കെ സർക്കാർ പറയുന്നുണ്ട്. പക്ഷേ കുടിക്കണക്ക് നോക്കുമ്പോൾ കഴിഞ്ഞ തവണത്തേക്കാൾ കോടികളുടെ കിലുക്കം ഖജനാവിൽ കൂടിയിട്ടുമുണ്ടല്ലേ? അതെ സുജിയ, അതിൽ ഒരു ക്യാപ്സ്യൂൾ ഇറക്കാമെന്ന് തോന്നുന്നു. അതായത് സർക്കാരിൻ്റെ ഭാഗമായി ഇറക്കാൻ പറ്റുന്ന ഒരു ക്യാപ്സ്യൂൾ ഞാൻ ആദ്യം പറയാം. കൂടിയിട്ടില്ല സുജിയ, പക്ഷേ വിറ്റ മദ്യത്തിൻ്റെ വില കൂടിയിട്ടുണ്ട് എന്നതാണ്. അതായത് കുറച്ച് ക്ലാസ് കൂടിയ മദ്യം കുടിക്കുന്ന ആളുകളുടെ എണ്ണം കൂടുന്നു. നേരത്തെ ജവാനാണ് വിറ്റിരുന്നെങ്കിൽ ഇപ്പോൾ റെഡ് ലേബിൾ കൂടുതൽ വിൽക്കുന്നു എന്നുള്ളതാണ്. അതായത് വില കുറഞ്ഞ മദ്യത്തിൻ്റെ വിൽപ്പന കുറയുകയും വില കൂടിയ മദ്യം ധാരാളം വാങ്ങിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ പണത്തിൻ്റെ കാര്യത്തിൽ ധാരാളം പണം സർക്കാരിലേക്ക് വരികയാണ്. അതിനർത്ഥം കൂടി എന്ന് സർക്കാർ പറയുന്നില്ല, പകരം വരുമാനം കൂടിയെന്ന് പറയുന്നു എന്നുള്ളതാണ് സർക്കാർ വാദം. അതുകൊണ്ടാണ് ഞാനത് ക്യാപ്സ്യൂൾ എന്ന് പറഞ്ഞത്. ചുരുക്കത്തിൽ കുടി കൂടുന്നില്ല എന്ന് സർക്കാർ പറയുന്നു. പക്ഷെ മറുഭാഗത്ത് ഞാനും സുജിയും ഉൾപ്പെടെയുള്ള മാധ്യമപ്രവർത്തകരെല്ലാം കണക്കൂട്ടി നോക്കുമ്പോൾ ഓരോ ഉത്സവങ്ങൾക്കും ഇപ്പോൾ സുജിയ വായിച്ചതുപോലെ ക്രിസ്മസ് വന്നാലും ഓണം വന്നാലും ന്യൂ ഇയർ വന്നാലും എല്ലാറ്റിലും ഓരോ വർഷത്തെ അപേക്ഷിച്ച് കോടികളുടെ കണക്കാണ് കൂടിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. സുജിയ, ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യമുള്ളത് 2016 ഒന്നാം പിണറായി സർക്കാർ അധികാരത്തിൽ വരുന്ന സമയത്ത് സംസ്ഥാനത്താകെ 32 ബാറുകളാണുള്ളത്. ആ സമയത്ത് കൂടുതൽ വൈൻ പാർലറുകളായിരുന്നു. നേരത്തെ സുജിയക്ക് ഓർമ്മയുണ്ട്, UDFന്റെ സമയത്ത് ഉമ്മൻചാണ്ടിയും സുധീരനും തമ്മിലുള്ള ഒരു പോരാട്ടവും ബാറുകൾ കൂട്ടത്തോടെ, അതായത് 3 സ്റ്റാറോ അതിൽ കുറവേ ഉള്ള ബാറുകൾ പൂട്ടിയതുമെല്ലാം ഓർമ്മയുണ്ട്. പക്ഷേ അവിടുന്ന് ഇങ്ങോട്ടേക്ക് ആകെ 300-ലധികം ബാറുകളാണ് കഴിഞ്ഞ 8 വർഷത്തിനിടെ സംസ്ഥാനത്ത് വന്നത് എന്നുള്ളതാണ്. നിലവിൽ 801 ബാറുകൾ സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്നു. ഇതിനർത്ഥം സുജിയ, യഥേഷ്ടം മദ്യം കിട്ടുന്നു, യഥേഷ്ടം അത് ഇരുന്ന് കുടിക്കാനുള്ള സൗകര്യമുണ്ടാകുന്നു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിൽ മറ്റൊരു കാര്യം കൂടി ഓർക്കേണ്ടത്, സംസ്ഥാനത്ത് വിൽക്കുന്ന ബെവ്കോ ഔട്ട്ലെറ്റുകളിലൂടെ വിൽക്കുന്ന മദ്യവും അതുപോലെ തന്നെ ബാറുകളിലൂടെ വിൽക്കുന്ന മദ്യവും രണ്ടും വരുന്നത് അത് ബെവ്കോ വെയർഹൗസ് വഴി തന്നെയാണ്. അതായത് സംസ്ഥാനം വഴി തന്നെയാണ്. ഈ കണക്ക് ബാറിൻ്റെതായാലും ബെവ്കോ വിൽക്കുന്നതായാലും കണക്കെന്ന് പറയുന്നത് അത് സർക്കാരിലെ ഈ ഒരൊറ്റ കണക്ക് മാത്രമാണ്. അതല്ലാണ്ട് ബാറുകാർക്ക് എവിടെയെങ്കിലും സ്വകാര്യ ഇടങ്ങളിൽ നിന്ന് മദ്യം ഇതിനിടയിൽ ഒരു കമന്റ് കൂടി ഞാൻ പങ്കുവെച്ചു പോകാം. പ്രസാദ് ഈ കണക്ക് പറയുമ്പോഴത്തേക്കും അലി ഉള്ളാട്ട് പറയുന്നു, ചാനലിലെ അവതാരകർ കുടി നിർത്തിയാൽ ഒരു 30 കോടിയെങ്കിലും കുറയ്ക്കാൻ കഴിയുമെന്ന്. അപ്പോൾ ആ കുടി ഇല്ലാത്തവർ എന്ന രീതിയിൽ പറയാമല്ലോ അല്ലേ പ്രസാദ്? ഉറപ്പായും നമ്മളെ കണക്ക് എന്തായാലും അതിലില്ല സുജിയ. അപ്പൊ പ്രസാദിന്റെ കുപ്പി അതിലില്ല. അത് അലിക്ക് ആ സംശയം മാറിയെന്ന് തോന്നുന്നു. താങ്ക് യു ടി വി പ്രസാദ്. അടുത്ത വാർത്തയ്ക്കായി നമുക്ക് വീണ്ടും കാണാം.